ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നെക്ക് ഡിസൈൻസ് എങ്ങനെ ചെയ്യണേ എന്നുള്ള കുറച്ച് ഐഡിയാസാണ്, ഒരു 5 ഐഡിയാസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആ നെക്കിൽ വെക്കുന്ന ഡിസൈൻസ് അങ്ങനെ ചെയ്യുമ്പോൾ നെക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു തരും കേട്ടോ. ചെറിയ രീതിയിൽ പറഞ്ഞുതരും. ഇത് മുന്നേ നമ്മൾ ക്യാൻവാസ് ഇട്ട് നെക്ക് ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്യാൻവാസ് ഇട്ട് ചെയ്യുന്നതിൽ ഡബിൾ നെക്ക് വരുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്പും കൂടി നമ്മൾ പറഞ്ഞുതരും. നമ്മളതിൽ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. അത് 5 ഐഡിയാസ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒപ്പം തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇതിലിപ്പോൾ ക്യാൻവാസ് കട്ടിങ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ക്യാൻവാസ് കട്ട് ചെയ്ത് ചുരിദാറും ഫ്രോക്കൊക്കെ തയ്ക്കുന്നത് നമ്മുടെ ചാനൽ അപ്ലോഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിനി അത് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. പക്ഷേ നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യത്തിന് ഡബിൾ നെക്ക് വെക്കേണ്ട ആവശ്യം വരും. പിന്നെ ഡബിൾ നെക്ക് ഇല്ലാതെയും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം വരും. ഡബിൾ നെക്ക് ഇല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലും ചെയ്യാം. അപ്പോൾ ഡബിൾ നെക്ക് വരയ്ക്കുന്നതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയൊരു ടിപ്പ് ആദ്യം പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നെക്ക് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ ഒരു രീതിയിൽ ഡെമോ വരയ്ക്കണുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിവിടെയാണ് നമ്മുടെ ഒരു നെക്കിൻ്റെ ഒരു അളവ് വിചാരിക്കുക. ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം, നെക്കിൻ്റെ ഇറക്കം, ഇത് നെക്കിൻ്റെ വൈഡ്, ഇത് ഓക്കെ. നമ്മളിതൊരു സ്ക്വയർ വരച്ചിട്ട് എടുക്കുന്നു. നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് നെക്കാണ് കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഫസ്റ്റ് നെക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് സെക്കൻഡ് നെക്ക് എടുക്കണം. ഈ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട ആ ഒരു തയ്യൽ തുമ്പ് ഇങ്ങനെ എടുക്കണം. നെക്കിൻ്റെ ആ ഒരു ക്യാൻവാസിൻ്റെ ഒരു 1/4 ഇഞ്ചോളം, ഒരു 1/2 ഇഞ്ച് ഒരു പോയിൻറ്റും കൂടി എടുക്കാം, അല്ലെങ്കിൽ 1/4 ഇഞ്ച് എടുക്കാം. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ വൈഡ്, ആദ്യത്തെ നെക്കിൻ്റെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നെക്ക്. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് നെക്ക് ഇത് വെച്ചല്ല നമ്മൾ ചെയ്യുക. ഇതിനകത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് സീം അലവൻസ് ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് ഇത് എക്സ്ട്രാ ഒരു നെക്ക് ഇതിന് സീം അലവൻസ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. ഡബിൾ നെക്കിൽ അതാണ് പ്രധാനം. പിന്നെ ഡബിൾ നെക്കിൽ ചെയ്യുമ്പോൾ താഴ്ഭാഗത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിൽ തന്നെ എടുക്കാൻ പറ്റാവുന്നതാണ്. ഈ ഒരു ഭാഗം ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് തുണിയിൽ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. തയ്ച്ച് മറച്ചാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതിങ്ങനെ തന്നെ തയ്ച്ച് മറയ്ക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഡബിൾ നെക്കിനെ കുറിച്ച് പറഞ്ഞത്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ കഴുത്തിൽ തയ്ച്ച് മറയ്ക്കും. നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ഇതിൽ കഴുത്ത് തയ്ച്ച് മറച്ചിട്ട് പൊട്ടവശത്ത് വെച്ചിട്ട് തയ്ച്ചപ്പുറത്തോട്ട് മറയ്ക്കും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നു. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് നെക്ക്, ആദ്യത്തെ നെക്ക് താഴത്തേക്ക് നെക്കിൻ്റെ വൈഡ് കൂടി നെക്ക് ഇതാണ് വരിക. അതിൻ്റെ ഈ നെക്കിനെ കുറച്ചും കൂടി വൈഡാക്കി എടുക്കണം. ഇതിനെ നമുക്ക് കുറച്ചും കൂടി വൈഡാക്കി എടുക്കണം. ഈ നെക്ക് വെച്ചിട്ട് ഫസ്റ്റ് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തില്ലേ, ആ നെക്കിനെ വൈഡ് കൂട്ടിയെടുത്തതാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട്, ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ തയ്ച്ച് മറക്കുന്നത്. ഇതിനും വേറെ ക്ലോത്തിൽ വെച്ച് തയ്ച്ച് മറയ്ക്കണം. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ക്ലോത്തിൽ വെച്ച് തയ്ച്ച് മറക്കണം. ഈ ഒരു മെയിൻ മെറ്റീരിയൽ നമ്മൾ ഇതിൽ തയ്ക്കാം. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചുരിദാറിലാണെങ്കിൽ അതിൽ വെച്ച് തയ്ച്ച് മറയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇതാണ് നമ്മൾ എക്സ്ട്രാ ക്ലോത്തിൽ വെച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് തയ്ച്ച് മറക്കുന്നത്. പക്ഷേ ഇതല്ല നമ്മൾ ചെയ്യുന്നത്, ഇതിനേക്കാൾ എക്സ്ട്രാ വൈഡ് കൂട്ടിയെടുക്കും. ഈ ഭാഗത്തേക്ക് വൈഡ് കൂട്ടിയെടുക്കും. അപ്പോഴാണ് നമുക്കത് ഉള്ളിലേക്ക് കടത്തി വയ്ക്കാൻ. ഡബിൾ നെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡിയയിലേക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ മാത്രമല്ല, ഇതിൻ്റെ സെൻറ്ററിലുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും. വെറുതെ റൗണ്ട് നെക്ക് തയ്ക്കുകയാണെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐഡിയ ചെയ്യാനായിട്ട് വേറൊരു രീതിയും കൂടി ചെയ്യാം. സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം.
ഒരു മൊത്തത്തിൽ തയ്ച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ ടോട്ടലി നമ്മൾ തയ്ച്ച് മറക്കണം. നമ്മൾക്ക് ലടുക്കനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വള്ളി ഉണ്ടല്ലോ, അതുപോലെ വള്ളി ക്രോസ് പീസ് വെച്ച് തയ്ച്ച് മറക്കുക. അങ്ങനെ വരുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ്, 1/2 ഇഞ്ചിൻ്റെ കഷ്ടി കുറവ്, അതായത് 1/4 ഇഞ്ച് ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കേണ്ടുന്ന മെയിൻ അളവ്. അത്രയും അളവ് എടുത്താൽ മതി. അതായത് ഇത്രയ്ക്കൊക്കെ വീതി മതി, ഇത്രയും കാണുന്ന വീതി മതി ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വള്ളിയായിട്ട് എടുക്കേണ്ടതായിട്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഐഡിയ ചെയ്യാൻ പറ്റും, ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ സെൻറ്ററിൽ നെക്ക് വെറുതെ റൗണ്ട് നെക്കിൽ ഇത് വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ക്ലോത്ത് എക്സ്ട്രാ വയ്ക്കേണ്ടി വരും. ഇതിങ്ങനെ അടിയിലൊരു ക്ലോത്ത് എക്സ്ട്രാ വെച്ച ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇവിടെ തയ്ച്ച് മറയ്ക്കും, ഇവിടെയും തയ്ച്ച് മറയ്ക്കും. അടിയിലൊരു ക്ലോത്ത് എക്സ്ട്രാ വയ്ക്കും, നീളനെ വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏതാണ്ട് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പോട്ട്ലി ബട്ടണാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ചെറിയൊരു കഷ്ണം തുണി എടുക്കാൻ മതി. അധികം ഒരുപാടൊന്നും ആവശ്യമില്ല ഇതിനകത്ത് ചെയ്യാനായിട്ട്. പേപ്പർ കട്ട് ചെയ്യണ തുണി കൊണ്ട് തുണി കട്ട് ചെയ്യരുത്, അതിൻ്റെ ഉള്ള മൂർച്ച പോയി കിട്ടും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് വേറെ കത്രിക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊക്കെ നമ്മൾ എന്താ ചെയ്യണത്, ഇതിൽ 5 രീതിയിൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ തുണി ആദ്യം ഇങ്ങനെ എടുത്ത് ചെറിയ രീതിയിൽ ഒരു ചെറിയ കഷ്ണമായിട്ട് തന്നെ എടുത്തു. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ സെൻറ്റർ ചെയ്ത് വെച്ചു. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് ശേഷം നമുക്ക് ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചുറ്റി കൊടുക്കാം. ഓക്കെ, ഇതിങ്ങനെ ചുറ്റി കൊടുത്ത ശേഷം ഇതിങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ഇതുപോലെ ഫുള്ള് ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. ഇതല്ലാതെ വേറെ രീതിയിൽ ചെയ്യുന്ന വേറെ കാര്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്താണ്, ക്ലോത്ത് അല്ല വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ ഇതിന് പകരം നമുക്ക് തെർമോക്കോളിൻ്റെ ഒരു ചെറിയ പീസ് ബോൾ പോലെ ഉണ്ടാവില്ലേ, അത് ഇതിന് പകരം ഇതേപോലെ തുണിയിൽ, ഇപ്പം ഞാൻ തുണി വെച്ചതിന് പകരം ബോളായിട്ട് തെർമോക്കോൾ വയ്ക്കാം. അല്ല എങ്കിൽ കുറച്ച് നൂല് തന്നെ നമ്മൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നൂല് ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം ചെറിയ രീതിയിൽ. ഇതിന് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മനസ്സിലായോ? ഇതിൻ്റെ സംഭവത്തിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു ബോളിൻ്റെ വലിപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്കിത് ഡിസൈൻ ചെയ്യാം. പിന്നെ വേറെ രീതിയിലും ചെയ്യാം. മാലമണി ഇതിനകത്ത് ചെറിയ മാലമണി വയ്ക്കാം. ഈ ഒരു വലിപ്പത്തിലോ ഇതിനേക്കാളും ചെറുതോ ആയുള്ള മാലമണി വെച്ചിട്ട് ഇതുപോലെ തുണിയിൽ വെച്ചിട്ട് നമുക്ക് പൊട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതല്ലാതെ വേറെ രീതിയിൽ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാം, അത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് നൂല് ഇങ്ങനെ നൂലുണ്ടേമെന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം ഇത്തിരി എടുത്തിട്ടുണ്ട്. ഇതെടുത്ത ശേഷം ഇതിനെ സെൻറ്റർ കെട്ടുക. നമ്മൾ ഈ കളർ നൂലിനെ ആയിക്കോട്ടെ, സെയിം കളറാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവില്ല. ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ കെട്ടുക. നമ്മളിത് ചെയ്യാനായിട്ട് നമ്മൾ നൂലുണ്ടേമെന്ന് നൂല് ഇങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ. നൂലുണ്ടേമെന്ന് നൂല് മുറിച്ചെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിന് ശേഷം കുറച്ച് ദൂരം ഇങ്ങനെ നീക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര ദൂരം നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങനെ ആക്കിയെടുത്ത് ഇതിന് ശേഷം നമ്മൾ ചെയ്യണത് ഇവിടം വരെ ആക്കിയിട്ട് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെയൊക്കെ തിരിച്ചു വയ്ക്കണം. ഓക്കെ, ഇതിങ്ങനെ തിരിച്ചു വെച്ചു. ഇങ്ങനെ വെച്ചില്ലേ, ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങട് ദൊപ്പാക്കി പിടിച്ചിട്ട് ഇവിടെ നിങ്ങട് ഇത്രത്തോളം ദൂരം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് കെട്ടി കൊടുക്കും. അപ്പം നമ്മളിത് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ വേറെ കളർ എടുത്തേക്കണം കേട്ടോ, സെയിം കളർ തന്നെ എടുക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ. എന്ന ശേഷം ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ നൂല് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക്
കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയുള്ള പോട്ട്ലി ബട്ടൺ കിട്ടും. അപ്പോൾ നൂല് വെച്ച് നല്ല സോഫ്റ്റായിട്ട് പല നിറത്തിലുള്ളത്, ഇതുപോലെ പല നിറത്തിലുള്ളത് ഇതുപോലെ വെച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഈ 2 നെക്കാണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡബിൾ നെക്കിലാണല്ലോ ഇതിൻ്റെ ഡിസൈൻ ഭംഗിയുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എത്ര ഗ്യാപ്പാണോ സെയിം അകലത്തിൽ തന്നെ കേട്ടോ, എത്രത്തോളം ഗ്യാപ്പ് ഇട്ടിട്ടാണോ നമ്മളിത് വെക്കണമെന്ന് വെച്ചാൽ അതേ ലെവലിൽ തന്നെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇതേ പോട്ട്ലി ബട്ടൺ ഇതിങ്ങനെ നെക്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഡബിൾ നെക്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അല്ല നമ്മൾ സിമ്പിൾ നെക്ക് തയ്ച്ചിട്ട് റൗണ്ടോ സ്ക്വയറോ ആലിലോ ഏത് ടൈപ്പ് ആണോ തയ്ക്കണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെയും വെച്ചിട്ട് നമുക്ക് അത് നിശ്ചിത അകലത്തിൽ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു നിശ്ചിത അകലത്തിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക. പതിയെ തയ്ക്കണം കേട്ടോ. പിന്നെ 4 മണിയൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്. നൂല് വെച്ച് തയ്ക്കുമ്പോൾ അത്രയും റിസ്ക് ഇല്ല. കാരണം അത് സൂചി അതിനകത്ത് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് അല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതേസമയം 4 മണി വെച്ച് ചെയ്യുമ്പോൾ മാത്രം കുറച്ചൊരു ടഫാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. 4 മണിയുമ്പോൾ കൊള്ളാണ്ടൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് ഇതേപോലെ പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.